അന്തരിച്ച എം ലോറൻസിൻ്റെ മൃതദേഹം ലെനിൻ സെൻറ്ററിൽ എത്തിച്ചു കഴിഞ്ഞു. അവിടെ പൊതുദർശനമുണ്ട് എന്ന് നമുക്കറിയാം. നമുക്കപ്പം അല്പനിമിഷങ്ങൾക്കകം നിതിൻ അംബുജൻ ചേരും. കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൽ ആകർഷണമായ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളായിരുന്നു എം ലോറൻസ്. ഒരുപക്ഷെ ഈ കൊച്ചി നഗരത്തിൻ്റെ ചൂടും ചൂരും ആവേശവും തൊഴിലാളിയുടെ വർഗ്ഗബോധവും ഒക്കെ നന്നായി മനസ്സിലാക്കിയ ഒരു തൊഴിലാളി നേതാവായിരുന്നു എം ലോറൻസ്. ജീവിതത്തിൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂട്ടിയോജിപ്പിക്കണം എന്ന പ്രഖ്യാപിത തത്വശാസ്ത്രത്തിൽ ജീവിച്ചു തീർത്ത ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരിക്കലും അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യത്തിൻ്റെ പേരിലോ അദ്ദേഹം പ്രവർത്തിച്ചതായി ആർക്കും അറിവില്ല. ലോറൻസ് കടന്നു പോകുമ്പോൾ ഒരു വലിയ തലമുറ ആദർശനിഷ്ഠമായ ജീവിതം നയിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണികളിൽ ഒരാളാണ് ഇദ്ദേഹമെന്ന് എനിക്ക് മനസ്സിലാകുന്നു. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം, സ്ഥിതിസമത്വ ബോധം മാത്രമല്ല അവൻ്റെ ജീവിതം തന്നെ മാതൃകയായിരിക്കണമെന്ന് സമൂഹത്തോട് പഠിപ്പിച്ച ഒരാളാണ് എം ലോറൻസ്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ലെനിൻ സെൻറ്ററിൽ നിന്ന് ചേരുന്നു. കൊച്ചിയിലെ ലെനിൻ സെൻറ്ററിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. നിതിൻ, വിശദാംശങ്ങൾ. എത്ര നേരം അവിടെ പൊതുദർശനം ഉണ്ടാകും? എസ്കെൻ, അല്പസമയം മുൻപാണ് എം ലോറൻസിന്റെ മൃതദേഹം CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിൽ എത്തിച്ചത്. ഇപ്പോൾ നേതാക്കൾ പാർട്ടി പതാക പുതപ്പിച്ചു. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, അതോടൊപ്പം MB രാജേഷ്, കൂടാതെ CPM ജില്ലാ സെക്രട്ടറി, കൂടാതെ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി എന്നിവരിൽ ചേർന്നാണ് പാർട്ടി പതാക പുതപ്പിച്ചത്. ഇപ്പോൾ മന്ത്രിമാർ, ഇപ്പോൾ റിയാസ്, അതോടൊപ്പം തന്നെ മറ്റ് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എം ലോറൻസിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഏതാണ്ട് 9:15 വരെയാണ് ലെനിൻ സെന്ററിൽ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം മൃതദേഹം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 9:00 തന്നെ ടൗൺ ഹാളിലേക്ക് മൃതദേഹം എത്തിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെയാണ് വന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കുക. നിലവിൽ ഇപ്പോൾ ലെനിൻ സെന്ററിൽ ഇപ്പോൾ പാർട്ടി നേതാക്കളും അതോടൊപ്പം DC അംഗങ്ങളും ചേർന്നാണ് സഖാവിനെ ഇവിടെ നിന്ന് യാത്രയാക്കുക. ഏറെക്കാലം CPM എറണാകുളം ജില്ലാ സെക്രട്ടറി പ്രവർത്തിച്ചിരുന്നു. CPMന്റെ എല്ലാ നിലകളിലും പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് എം ലോറൻസ്. അതുകൊണ്ട് തന്നെ ഏറെ വൈകാരികമായ ഒരു നിമിഷമാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച്. കാരണം പാർട്ടിയുടെ പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി ലെനിൻ സെന്ററിൽ വിട നൽകുകയാണ്. അതിന്റെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM നേതാക്കൾ, CPMലെ എറണാകുളത്തെ മുതിർന്ന നേതാക്കളടക്കം ഇവിടെ എത്തി ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. ഇപ്പോൾ മന്ത്രിമാരടക്കം അന്ത്യാഞ്ജലി അർപ്പിച്ച് നേരെ ടൗൺ ഹാളിലേക്ക് പോകും. CPMലെ ഒരുവിധം നേതാക്കളൊക്കെ ഇവിടെ വന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷമാണ് പിന്നീട് ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുക. ഇവിടെ DC അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ CPM നേതാക്കൾക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ളൊരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മറ്റ് പൊതുദർശനമെല്ലാം തന്നെ ടൗൺ ഹാളിൽ നിശ്ചയിച്ചിരിക്കുകയാണ്. രാവിലെ 9:30 മുതൽ ഏതാണ്ട് 4 മണി വരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് പൊതുദർശനം സംബന്ധിച്ച് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ വൈകാരികമായ നിമിഷം. കാരണം പാർട്ടിയുടെ 7 പതിറ്റാണ്ട് കാലത്തെ ഒരു പൊതുപ്രവർത്തനമാണ് എം ലോറൻസിന്റേത്. അതിനിടയിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിലടക്കം പ്രവർത്തിച്ചിരുന്നു. പിന്നീട് വിഭാഗിത കാലത്ത് അദ്ദേഹം വെട്ടിനിരക്കപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 2004 വീണ്ടും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിലെ ലെനിൻ സെന്ററിൽ എം ലോറൻസിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ്, CS സുജാത തുടങ്ങിയ CPMന്റെ നേതാക്കന്മാരെല്ലാം അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ജീവിക്കുന്ന തെളിവായിരുന്നു എം ലോറൻസ്.